അന്താരാഷ്ട്ര വ്യാപാര രംഗത്തുണ്ടായ തിരിച്ചടികൾ, പ്രത്യേകിച്ച് അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി നിയന്ത്രണങ്ങൾ നമ്മുടെ കയറ്റുമതി മേഖലയെ വലിയ തോതിലാണ് ബാധിച്ചിട്ടുള്ളത്. സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടി, തുണിത്തരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ 2500ഓളം കോടി രൂപയുടെ അധിക വാർഷിക നഷ്ടമാണ് ഇതുമൂലം സംഭവിക്കുന്നത്. ഇത്രയേറെ വെല്ലുവിളികൾക്കിടയിലാണ് IGST സെറ്റിൽമെൻറ്റിൻ്റെ പേരിൽ 965 കോടി 16 ലക്ഷം രൂപ മുൻകൂർ വിനിയോഗം ക്രമീകരിച്ചു എന്ന സാങ്കേതിക ന്യായം പറഞ്ഞ് 2025 ഏപ്രിലിൽ വെട്ടിക്കുറച്ചത്. IGST വിഹിതത്തെ ആശ്രയിക്കുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനമെന്ന നിലയിൽ ഇത് നമ്മുടെ ധനപരമായ നിലയെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. കേന്ദ്രം നടത്തുന്ന ഈ ഏകപക്ഷീയമായ തിരിച്ചുപിടിക്കലുകൾ സംസ്ഥാനത്തിൻ്റെ ബജറ്റ് ആസൂത്രണത്തെ തന്നെ തകിടം മറിക്കുന്നതുമാണ്. കേന്ദ്ര വിഹിതത്തിലുണ്ടാകുന്ന വിവേചനം കണക്കുകൾ പരിശോധിച്ചാൽ ബോധ്യമാകും. 11ാം ധനകാര്യ കമ്മീഷൻ കാലയളവിൽ 3.05% കേരളത്തിൻ്റെ വിഹിതം. 15ാം കമ്മീഷനായപ്പോഴേക്ക് 1.92% കുറഞ്ഞു. 4 വർഷം മുൻപ് വരെ സംസ്ഥാനത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 45% കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന സ്ഥാനത്ത് ഇന്നത് 25 മുതൽ 30% ഇടിഞ്ഞു. അതായത് ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 70 മുതൽ 75% വരെ സംസ്ഥാനം തന്നെ കണ്ടെത്തേണ്ടി വരികയാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതിന് നേരെ തിരിച്ചാണ് അനുഭവം. ചുരുക്കത്തിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ നമുക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ നിഷേധിക്കാനുള്ള കാരണമായി കേന്ദ്രം മാറ്റുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.